അനുജൻ്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത്. തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അനുജൻ്റെ ഈ രക്തസാക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സർവീസിലിരിക്കെ ഡ്യൂട്ടിയിൽ മരണപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട 2 ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയല്ല. ഒന്ന്, മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട പെൻഷൻ, കുടുംബ പെൻഷൻ, അത് ചില സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞിട്ട് നിഷേധിക്കുകയുണ്ടായി. ഒരുപാട് കാലം ഞാൻ എൻ്റെ പിന്നാലെ പോയി. അവസാനം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും കുടുംബത്തിന്, എൻ്റെ മാതാപിതാക്കൾക്ക് കുടുംബ പെൻഷൻ ലഭിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ആശ്രിത നിയമനം നൽകുക എന്നുള്ളത്. അതും ഈ 2 കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അർഹമായുള്ള കാര്യം എന്നുള്ളതാണ്. അതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാങ്കേതികമായിട്ട് പറഞ്ഞ കാര്യം, ഞാനും സഹോദരിയും സർക്കാർ ജീവനക്കാരനായതിനാൽ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ആശ്രിത നിയമനം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എൻ്റെ അനുജൻ്റെ ജോലി ആണ് എനിക്ക് ലഭിച്ചതെന്ന്. ആ രീതിയിലൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കിടയിലും ഉണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 2003 ഞാൻ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാണ്. ആ രീതിയിലാണ് ഞാൻ പോലീസ് സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് നേരിട്ട് വരുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ വിധി ഞാൻ നമ്മുടെ കേരള പോലീസിനും അതുപോലെ തന്നെ കേരളത്തിലെ സമൂഹത്തിനും സമർപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആലോചിച്ചിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഇത് സംബന്ധിച്ച് ഒരുപാട് അന്വേഷണം നടത്തിയപ്പോഴും കൃത്യമായിട്ടുള്ള എനിക്ക് ഈ സംഭവം വയനാട് മുത്തങ്ങയിൽ 2003 ഫെബ്രുവരി 19 എന്താണ് നടന്നതെന്ന് പോലും കൃത്യമായിട്ടുള്ള വിവരമില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ പോലീസ് ജോലി തിരക്കിനിടയിൽ പലപ്പോഴും അന്വേഷിച്ചപ്പോഴും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി, അതിൻ്റെ ഒരു നാൾവഴി ചരിത്രം എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കോ എൻ്റെ കുടുംബങ്ങൾക്കോ അറിയില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും എൻ്റെ കുടുംബങ്ങൾക്ക് എപ്പോഴും അവർ പറയുന്നതാണ്, എൻ്റെ മകനെ കുരുതി കൊടുത്തു എന്ന രീതിയിലാണ് മാതാപിതാക്കൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു മോപ്പിനെ നേരിടുമ്പോൾ വേണ്ട തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അത് പൊതുജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഞങ്ങൾ ഇതൊരു ഈ ഒരു ആത്മാഹൂതി എന്നുള്ളത് സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു ഉദാത്തമായൊരു കർത്തവ്യമാണ്. അന്ന് അവിടെ നടന്ന നടപടിക്രമങ്ങൾ ശരിയായിരുന്നു എന്ന് സമൂഹമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് വാസ്തവത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല. അത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇക്കാര്യങ്ങളൊക്കെ സമൂഹമാണ് ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞങ്ങളിതിൻ്റെ ഇരയാകപ്പെട്ടവരുടെ ആൾ മാത്രമാണ്, കുടുംബാംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ജോഗിക്കും എൻ്റെ അനുജനും ഒക്കെ നീതി ലഭിക്കുക
എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ്. അത് അവർ ചർച്ച ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇത് നിരാശാജനകം തന്നെയാണല്ലോ. കാരണം 23.5 വർഷം കാത്തിരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ നിരാശാജനകമായ ഒരു കാര്യമാണ്. കൂടാതെ ഈ വിധി പ്രസ്താവം പിന്നെ അനുജൻ്റെ കൊലപാതക കേസിൽ മുഴുവൻ ആൾക്കാരെ വെറുതെ വിട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നിരാശാജനകമാണ്. എൻ്റെ പിതാവ് 5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അപ്പോൾ അതുവരെയും അന്വേഷിക്കുമായിരുന്നു ഈ കേസിൻ്റെ സ്ഥിതി എന്തായി. മാത്രം എനിക്കിപ്പോൾ തോന്നുന്നു അദ്ദേഹം ഈ വിധി കേൾക്കാനില്ലാതിരുന്നത് നല്ലതായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാനത് പറയുന്നത് ശരിയല്ല. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹം എൻ്റെ അനുജൻ പിന്നെ കൊല്ലപ്പെട്ടത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ചപ്പോഴാണ്. സ്വാഭാവികമായിട്ടും അത് സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നീതിയുടെ പോരാട്ടം ഇതിൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ചിട്ട് പിന്നെ അപ്പീൽ സാധ്യതകൾ ഒന്ന് നോക്കിയാണ്. സർക്കാർ തലത്തിൽ തന്നെ ഇതിലെന്ത് ചെയ്യുന്നു എന്നുള്ളത് നിരീക്ഷിച്ച ശേഷം മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ പോകുന്നില്ലെങ്കിൽ വ്യക്തിപരമായ തലത്തിൽ തന്നെ. അപ്പോൾ അത് എൻ്റെ അനുജൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ പരിശ്രമമാണ്. ആ രീതിയിൽ തന്നെ പോകും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. എനിക്ക് ലഭ്യമായ എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ അനുജൻ്റെ സഹപ്രവർത്തകർ അവർ ഒരുപാട് പേരെ കാണുവാനും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ അറിവല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവർക്കും ഇത് സംബന്ധിച്ച് അന്നത്തെ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ചല്ലാതെ പിന്നീട് നടന്ന കേസന്വേഷണ വഴികളൊന്നും അവർക്ക് പരിചിതമല്ല. അതുകൊണ്ട് തന്നെ എനിക്കും ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. അത് തന്നെയാണ് എന്നെയും അലട്ടുന്നൊരു പ്രശ്നം. അതാണ് കഴിഞ്ഞ 23.5 വർഷമായിട്ട് ഈ വൃദ്ധയായിട്ടുള്ള മാതാവ് അവർ ഇതിൻ്റെ വിധിയും കാത്തിരിക്കുകയാണ്. പലപ്പോഴും എന്നോട് അവരും ചോദിക്കും, അമ്മയും ചോദിക്കും, എന്തായി കേസിൻ്റെ സ്ഥിതി എന്തായി, അവരെ ശിക്ഷിക്കല്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവരോട് എന്ത് പറയുമെന്നുള്ളതാണ് ഇപ്പം എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളതാണ്. അല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. ഞാനൊക്കെ ഓഫീസറായി ജോലി ചെയ്യുന്ന സമയത്ത് ജീവൻ നഷ്ടപ്പെടാവുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നാൽ പിന്നീടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് പ്രവർത്തനം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ന്യായമായിട്ടുള്ള 2 ആവശ്യങ്ങൾ, ഈ നമ്മുടെ കുടുംബത്തിന് മാതാപിതാക്കൾ കൊടുക്കേണ്ട പെൻഷൻ, കുടുംബ പെൻഷൻ, അതിനുപോലും ഞാൻ ഒരു യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു. ഈ പറയുന്ന ആശ്രയ നിയമനം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ പോലീസ് ജോലി ചെയ്യുന്ന ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു പോലീസ് ഓപ്പറേഷനിൽ ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയമായി നിന്നാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്ന സമയത്തും അതിൽ ഈ കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം സേനയുടെ ഒരു അംഗം എന്ന രീതിയിലുള്ള സംരക്ഷണമോ സുരക്ഷയോ ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ് എന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത്.